വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ഗ്ലീം ഫാമിലി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഐ ഗസ് ഒരു 1 മന്തെങ്കിലും ആയി കാണും ഞാനൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ എന്തായാലും വെക്കേഷനൊക്കെ അല്ലേ, അപ്പം ഞങ്ങൾ നാട്ടിൽ പോയിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് ബിസിയായി, കുറച്ച് ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി യൂട്യൂബിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരിക്കും. ബാക്ക് ടു ബാക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മേക്കപ്പ് ഐഡിയാസ്, മേക്കപ്പ് ഹാക്സ്, കുറച്ച് നല്ല നല്ല വീഡിയോസായിട്ട് അപ്പോൾ ഞാൻ ഇനി വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. So today's video is going to be review of bio oil. Anyway, this is a 60 ml bottle. I got it from Amazon. അപ്പോൾ ഞാനിത് ഓൺലൈനാണ് വാങ്ങിച്ചത്. ഇത് നിങ്ങൾക്ക് എവിടെയും കിട്ടും. നിങ്ങൾക്ക് എവിടെ അവൈലബിൾ ആണ്, നിങ്ങളുടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ബയോ ഓയിൽ. ഇത് അത്ര ഒരു ഹൈപ്പ് കിട്ടാത്തൊരു പ്രോഡക്റ്റാണ്, ബട്ട് ഇറ്റ്സ് സച്ച് ആൻ അമേസിങ് പ്രോഡക്റ്റ്. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത്. ഇതൊരു ഹാൻഡി പ്രോഡക്റ്റാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് ഏകദേശം പ്രൈസ് വരുന്നത് ഒരു 500 റുപ്പീസാണ് ഈ 60 ml. ഞാനിത് ജെന്യൂൻലി പറയുന്നതാണ്, നിങ്ങൾക്കിത് 100% പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഐ നോ ഇറ്റ്സ് പ്രിറ്റി എക്സ്പെൻസീവ്, ബട്ട് ട്രസ്റ്റ് മീ, 1 ബോട്ടിൽ വിൽ ലാസ്റ്റ് യു അറൗണ്ട് 2-3 months. സോ നിങ്ങൾക്കിതൊരു 2-3 മാസത്തേക്ക് വരും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രൈസ് ഓർത്ത് വിഷമിക്കേണ്ട. ഈ ഒരു ഓയിലിൻ്റെ പിന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഭയങ്കര തിന്നാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലൊരു രക്ഷയില്ല. നല്ലൊരു മൈൽഡ് സ്മെല്ലാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു സ്മെല്ല്. യുനോ ദ കൈൻഡ് ഓഫ് ഫീലിംഗ് ലൈക്ക് കോക്കനട്ട് ഓയിൽ. ഭയങ്കര ലൈറ്റ് ഓയിലാണ്, സ്റ്റിക്കി ആവില്ല. കാണുന്നുണ്ടോ? നമ്മുടെ ബാദാം ഓയിലൊക്കെ യൂസ് ചെയ്താൽ അതിന് കൺസിസ്റ്റൻസി വൈസ് ഇച്ചിരി തിക്കാണ്, absorb ആയി പോകും. ഇറ്റ് കണ്ടെയ്ൻസ് ദ ഇൻഗ്രീഡിയൻസ് ലൈക്ക് വെരി നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആൻഡ് ദിസ് ഈസ് വാട്ട് ദ ബയോ ഓയിൽ പ്രോമിസ് ടു ഡു. അപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഓയിൽസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ ആക്ച്വലി നല്ല ഓയിലി ഫേസ് ആണ്, ബട്ട് എനിക്ക് ഇങ്ങനത്തെ ഓയിൽസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ മേക്കപ്പ് റിമൂവിന് വരെ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മോയ്സ്ചറൈസറിന് വരെ ഈ ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. നൈറ്റ് നമ്മൾ എന്തായാലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമല്ലോ നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ ഞാൻ അതിന് പകരം ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്യുന്നത് റോസ് വാട്ടറാണ്. പിന്നെ അതുപോലെ മോയ്സ്ചറൈസറായിട്ട് ഞാൻ നൈറ്റ് യൂസ് ചെയ്യുന്നത് ബാദാം ഓയിലാണ്. എന്നിട്ട് മോർണിംഗ് അത് വാഷ് ചെയ്ത് കഴിഞ്ഞ് രാവിലെ ചിലപ്പം മോയ്സ്ചറൈസറായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. ടേക്ക് കെയർ ഓഫ് ഏജ് സ്കിൻ, കൈൻഡ് ഓഫ് സ്കാർസ്, ഒരു പിമ്പിൾ മാർക്സ് ഒക്കെ നമുക്ക് ഫേഡ് ചെയ്യാൻ വേണ്ടി ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പിന്നെ ഒത്തിരി ഡീഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഐ ഡു ഹാവ് സം പിമ്പിൾ മാർക്സ് ഓൺ മൈ സ്കിൻ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമ്മൾ പിമ്പിൾ മാർക്സ് ഒക്കെ ഫേഡ് ചെയ്യാൻ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതാണ് ഈ പ്രോഡക്റ്റ് പ്രോമിസ് ചെയ്യുന്നതും സ്പെഷ്യലൈസ് സ്കാർ ആൻഡ് സ്ട്രെച്ച് മാർക്ക് പ്രോഡക്റ്റ്. അപ്ലൈ ഡെയിലി ഓൺ യുവർ സ്കിൻ, ഇറ്റ് വിൽ ഫേഡ് ദ സ്പോട്ട്സ്. അത് ഞാൻ 100% ഗ്യാരണ്ടി. ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് അബ്സോർവ് ചെയ്യുന്നതാണ്. അപ്പോൾ ആക്ച്വലി നമുക്കൊരു 1 ഡ്രോപ്പ് മതിയായിരിക്കും നമ്മുടെ ഫുൾ ഫേസിൽ. ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഞാനിപ്പോൾ ഒരു 6 months ആയി സ്റ്റാർട്ട് ചെയ്തിട്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. ഐ ഹാഡ് സം വൂൺ സ്കാർസ് ഓൺ മൈ ലെഗ്സ്. അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ ഇറ്റ് വിൽ ഹെൽപ്പ് യുവർ സ്ട്രെച്ച് മാർക്ക്. നമ്മൾ വണ്ണമൊക്കെ ഉള്ളവർ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് വണ്ണം കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ സ്ട്രെച്ച് മാർക്ക് ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രെച്ച് മാർക്ക് ഈവൻ പ്രഗ്നൻറ്റ് ലേഡീസിനും സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്താൽ ഇത് ഒത്തിരി എഫക്റ്റീവാണ്. പിന്നെ അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു യൂസ് ഇറ്റ് മിനിമം 3 months ടൈം. നമ്മൾ പല പ്രോഡക്ട്സും നമ്മൾ കുറച്ച് യൂസ് ചെയ്തിട്ട് നമ്മളൊരു 1 week 2 weeks യൂസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ പ്രോഡക്ട്സിലോട്ട് മൂവ് ചെയ്യാറുണ്ട്. നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് വേറെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് ഒരിക്കലും നമ്മൾ ഏത് പ്രോഡക്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിലും, ഈവൻ ഒരു ക്രീം ആണെങ്കിലും നമ്മളൊരു സെറം ആണെങ്കിലും എന്ത് പ്രോഡക്ട്സ് നമ്മൾ ഫേസിൽ യൂസ് ചെയ്താലും നമ്മൾ മിനിമം ഒരു 3 months അത് യൂസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുള്ളൂ. ഇവൻ ട്രൈ ചെയ്യണം. നമുക്ക് അല്ലെങ്കിൽ ഒരു 1 week യൂസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല എന്ന് പറഞ്ഞത് സ്റ്റോപ്പ് ചെയ്യരുത്. ബയോ ഓയിലാണെങ്കിൽ നമ്മളൊരു 3 months കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇഫ് യു ഹാവ് ഡീഹൈഡ്രേറ്റഡ് ആൻഡ് ഈവൻ സ്കിൻ ടോൺ, പ്ലീസ് ഗോ ഫോർ ഇറ്റ്. നമുക്കിപ്പം ഈ ഒരു സമ്മർ ടൈമിൽ നമ്മൾ വെയിലത്ത് പോയി വരുമ്പം നമ്മൾ ടാനായി, ഈവൻ സൺസ്ക്രീൻ യൂസ് ചെയ്താലും നമ്മളൊരു 2 hours അത് റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ ആ ഒരു അൺഈവൻ സ്കിൻ ടോൺ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നാച്ചുറലാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു പ്രശ്നവും വരാതെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ പിമ്പിൾ മാർക്സ്, നമുക്ക് വർഷങ്ങളായിട്ട് പോവാത്ത നമ്മുടെ ഈ പിമ്പിൾ മാർക്സ് അല്ലെങ്കിൽ വൂൺ സ്കാർസ്, നമ്മുടെ ഏജ് ലൈൻസ് ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പൊട്ടീസിലൊക്കെ നമുക്ക് ഏജ് ലൈൻസ്, നമുക്ക് റിങ്കിൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മൾ എപ്പോഴും ഏത് പ്രൊഡക്ട്സ് യൂസ് ചെയ്യും, നമ്മളൊരു
25-30 ആ ഒരു ടൈം തൊട്ട് നമ്മൾ ഇത് ചെയ്ത് സ്കിന്നിന് നല്ലതായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് നമ്മൾ സ്കിന്നിനുള്ള ഈ റിങ്കിൾസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും അങ്ങനെയുള്ള ഏജ് ലൈൻസ് ഒന്നും വരാതിരിക്കാൻ നമ്മൾ അപ്പം തൊട്ടേ നമ്മൾ കെയർ ചെയ്യുക. അങ്ങനെ ചെയ്ത പ്രായമുള്ള ലേഡീസൊക്കെ ആണെങ്കിൽ അവർ ആ ഒരു ഏജ് ലൈൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മളതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കിയാൽ ഒരിക്കലും നമുക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി അതായി കഴിഞ്ഞു. പിന്നെ അതിനെ നമുക്ക് ഇനിയും പുതിയത് വരാതെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ, അല്ലാതെ ഉള്ളതിനെ നമുക്ക് കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളൊരു 25-30s ആ ഒരു ടൈം തൊട്ടേ നമ്മൾ സ്കിന്നിനെ നന്നായിട്ട് കെയർ ചെയ്യണം, ടേക്ക് കെയർ ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുവരെയും ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തൊട്ട് നിങ്ങൾ ചെയ്തോളൂ. സ്കിന്നിനെ നന്നായിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യുക. റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഡു മിറാക്കിൾ ഓൺ യുവർ സ്കിൻ, ഐ സ്വെയർ. എനിക്കിത് നല്ല എഫക്റ്റീവായിട്ടാണ് തോന്നുന്നത്. ഞാനിപ്പോൾ ഒരു 6 months ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ നമുക്ക് സ്ട്രെച്ച് മാർക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ കൂടുതൽ പേര് ഇത് ഡെലിവറിക്ക് ശേഷമാണ് യൂസ് ചെയ്യുന്നത്, സ്ട്രെച്ച് മാർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് യൂസ് ചെയ്താലേ അതിൻ്റെ എഫക്റ്റ് വരും. നമുക്കിപ്പോൾ ഓൾറെഡി സ്ട്രെച്ച് മാർക്ക് വന്നു കഴിഞ്ഞിട്ട് ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് ടു ഫീൽ ഇറ്റ്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്ട്രെച്ച് മാർക്ക് വരാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. Even you can use it as a makeup remover, moisturizer. You can also use it as base to your makeup. ഞാനിപ്പോൾ ഇത് ഒരു മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാറുണ്ട്, മേക്കപ്പ് റിമൂവറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഒരു മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു ബേസ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ട് ഒരു മേക്കപ്പ് ബേസായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം നല്ലതായിട്ട് നമ്മൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത്. ഇഫ് യുവർ സ്കിൻ ഈസ് എക്സ്ട്രീംലി ഡ്രൈ ദെൻ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ് പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് എക്സ്ട്രീം ഡ്രൈ സ്കിന്നായിട്ടുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്, നിങ്ങളിത് യൂസ് ചെയ്യണം. ഇത് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കര നോർമൽ ഓയിൽ പോലെയല്ല, ഭയങ്കര ലൈറ്റാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിലോട്ട് പെട്ടെന്ന് തന്നെ ഇത് എളുപ്പം അബ്സോർബ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, so that's it for today's video. So thank you so much for watching this video. I hope you guys found this video helpful. ഇന്ന് ഞാൻ പറയാറുള്ള പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് വരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇനിയും എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. സോ പ്ലീസ് ഡു കീപ് വാച്ചിങ് മൈ വീഡിയോ. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അത് ഷെയർ ചെയ്യുക. ഞാൻ പുതിയ നല്ല കണ്ടൻറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. മേക്കപ്പ് ടിപ്സ്, പുതിയ മേക്കപ്പ് ഐഡിയാസ്, മേക്കപ്പ് ഹാക്സ്, പിന്നെ നല്ല മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ റിവ്യൂസ്, അങ്ങനെ നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അത് അറിയിക്കുക. ആ കമൻറ്റ്സും വായിക്കാറുണ്ട്, എല്ലാത്തിനും മാക്സിമം ഞാൻ റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സിലൂടെ ചോദിക്കാം. ഈ ഒരു അടിപൊളി കണ്ടൻറ്റുമായിട്ട് വരുന്നതും വരെ ബൈ.